കുഴപ്പമില്ല, നല്ല സിനിമ, നല്ലൊരു മിസ്റ്ററി ത്രില്ലർ കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കയ്യടി തന്നെ. ഞാനും ഫസ്റ്റ് ടൈമാണ് പടം കാണുന്നത്. സോ ഓഡിയൻസ് കാണുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് പടം കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിപ്പോഴും ആ ഒരു ഇമോഷണൽ ജേണീൻ്റെ ഒരു ഷോക്കിലാണ് ഇപ്പോഴും. സന്തോഷം, ഭയങ്കര സന്തോഷം. ഈ ആടുജീവിതത്തിന് ശേഷം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചക്കാനുള്ള ഒരു പടമായിട്ട് തോന്നുന്നു. അത് പറയേണ്ടത് കണ്ടവരാണല്ലോ. അത് ഞാൻ എന്നെ തന്നെ മാർക്കിടുന്നത് ശരിയല്ലല്ലോ. കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടവരാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയണ്ടേ. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതിൻ്റെ പ്രൊമോഷൻ പരിപാടിയിലൊന്നും ചോദിച്ചേട്ടനോ മറ്റേ ബിച്ചോട്ടൊന്നും കണ്ടിട്ടില്ല. അവർ തിരക്ക് ഷൂട്ടും പരിപാടികളൊക്കെ ആയിട്ട് അവർക്കും കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ജിത്തു സാറിനെ വിളിക്കണം, ഇനിയിപ്പോൾ പോയിട്ട് വിളിക്കണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ക്രൂ ഇവിടെ കുറവാണ്, ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ബാക്കി ഫുള്ള് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരാണ്. ഇപ്പം എൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. സോ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ചോദിക്കാത്തില്ല അങ്ങോട്ട്. ഇവിടെ കുറച്ച് പേരുള്ളതുകൊണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി തന്നെയും പറയണേ. എന്തായാലും ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്ത് വിചാരിക്കുന്നു. ഇല്ലില്ല, സാറ് വന്നിട്ടില്ല. സാറിക്ക് തോന്നുന്നു വേറെ തിയേറ്ററിലായിരിക്കും. എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ട് പോയതുകൊണ്ടേ അറിയത്തില്ല. അതുപോലെ ജോർജ് ജോർജ് ആയാലും നമ്മുടെ ബിജു മേനോനായാലും ജനയായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സൂപ്പർ അടിപൊളി ചിത്രം. ജിത്തു ജോസഫിന് ഒരു കയ്യടി തന്നെ. നല്ല സിനിമ, നല്ല സിനിമ. കുഴപ്പമില്ല, നല്ല സിനിമ, നല്ലൊരു മിസ്റ്ററി ത്രില്ലർ കേട്ടോ. ത്രില്ലർ അല്ല പടം, ശരിക്കും ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ജോചേട്ടൻ്റെയും ബിജു ചേട്ടൻ്റെയും ആ ഇമോഷൻ്റെ കൂടെ ട്രാവൽ ചെയ്തൊരു പടം. ഞാനും കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു. ജോസഫിന് വ്യത്യസ്തമായിട്ടുള്ളൊരു യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു തിരിച്ചടി കിട്ടും. അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് നമ്മൾ അനുഭവിച്ച പോയേണ്ടി വരും എന്നുള്ളൊരു സന്ദേശം കാണിക്കുന്നത്. പിന്നെ വ്യത്യസ്തമായിട്ടൊരു ത്രില്ലിങ് ഒരു മൂഡിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ അതിൻ്റെ എൻ്റെ അവിടെ വരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എൻ്റാണ് വന്ന് അവസാനിച്ചത്. മെമ്മറീസ് പോലെയുള്ള അത് തന്നെ. അങ്ങനെ ഒരു ചിത്രത്തിൽ ഇതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അതിലൊരു പോലീസ് കഥാപാത്രമുണ്ടല്ലോ, അതുപോലെ തന്നെ ബിജു മേനോൻ്റെ വളരെ നല്ലൊരു എൻ്റർടൈനറാണ്. ലാഗ് അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും കാണാൻ പറ്റുന്ന പടം തന്നെ. പക്ഷേ ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓണത്തി കാരണം പുള്ളി ടൈപ്പ് കാസ്റ്റാണ് പോലും തോന്നുന്നു. ജിത്തു ജോസഫ് എല്ലാം ത്രില്ലർ മൂവീസാണ് ചെയ്യുന്നത്. വേറെ പല ജോണിന് ട്രൈ ചെയ്യണം. ഇത് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി ത്രില്ലറാണ്. അവിടെ എല്ലാവരും ആക്റ്റീവ് പെർഫോമൻസ് നല്ലതാണ്. പിന്നെ അവിടെ കുറച്ച് ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. ജിത്തു ജോസഫ് പടങ്ങൾ സാധാരണ ഉണ്ടാവുന്നതാണ്. എന്തായാലും വേറെ പല ജോണറും ജിത്തു ജോസഫ് ട്രൈ ചെയ്തിട്ടാണ് ആഗ്രഹിക്കുന്നു. മെമ്മറീസ് പോലെ കുറച്ച് തോന്നി. പിന്നെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു അപർണ മൂവി കുറേ ട്വിസ്റ്റ് അടിച്ച് കുറേ ചളാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ആവശ്യത്തിനല്ല ട്വിസ്റ്റ്. കോംബോ ജസ്റ്റ് വാവ് സീൻസ് ആയിരുന്നല്ലോ.